നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ JSKക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്നൊരു നടപടി ഉണ്ടായിരുന്നു CBFC കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ അടുത്ത് നിന്ന്. അതെന്തിനാണെന്നറിയോ? സീതാദേവിയുടെ മറ്റൊരു പേരായ ജാനകി എന്നാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രം മാനഭംഗത്തിനിരയാകുന്നുണ്ട്, ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കോടതിയിൽ നീതി തേടി വിചാരണക്ക് നിൽക്കുമ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ട അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തുന്നുണ്ട്. ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. ഇത് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്യുന്നു എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ കണ്ടെത്തൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് കശ്മീരിലെ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയെ ഒരമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ പൂട്ടിയിട്ട് ഒരു പൂജാരിയും അവിടെ കുടുംബക്കാരും ചേർന്ന് കുറേ ദിവസങ്ങളോളം പീഡിപ്പിച്ചു കൊന്നു. എന്നിട്ട് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിന് എന്തെങ്കിലും ഹേർട്ട് ഉണ്ടായോ? ഈ രാജ്യത്ത് ലക്ഷ്മി എന്ന്, സരസ്വതി എന്ന്, രാധയെന്ന്, സീതയെന്ന്, ജാനകി എന്ന് പേരായ എത്രയെത്ര സ്ത്രീകൾ ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നറിയോ? കഴിഞ്ഞ ദിവസം UPയിൽ ബലാത്സംഗ കുറ്റത്തിന് സാക്ഷിയായ 12 വയസ്സുകാരി ദളിത് പെൺകുട്ടിയെ ഈ പ്രതികൾ കൂട്ടം കൂടി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയൊരു സംഭവം ഉണ്ടായി. അങ്ങനെ എണ്ണിപ്പറയാൻ മാത്രം എത്രയെത്ര സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെന്നറിയോ? ഇതിലൊന്നും ഞെട്ടലില്ലാത്ത, റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹേർട്ടാവാത്ത കുറേ ആളുകൾ അബദ്ധജടിലവും അസംബന്ധവുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കലയെ, അതിൻ്റെ ആവിഷ്കാരത്തെയാണ് തടഞ്ഞു വെക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 24-ാം തീയതി അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം കൊണ്ടാടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നെടുനീളം ലേഖനങ്ങളും പ്രസംഗങ്ങളും ചമച്ച BJP നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എവിടെ പോയി? അല്ല, സ്വന്തം സിനിമയ്ക്കെതിരെ ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് പ്രദർശനാനുമതി നിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പോലും കേന്ദ്രമന്ത്രി ശിരോമണി എല്ലാം തികഞ്ഞ സുരേഷ് ഗോപി സാറിൻ്റെ വായിൽ എന്താ പഴമാണോ? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ മോഹൻലാലിൻ്റെ രാവണപ്രഭു എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട്. അതെങ്ങാനും ഈ സമയത്ത് റിലീസാവുകയാണെങ്കിൽ റിലീസാവൂല, പ്രദർശനാനുമതി തന്നെ കൊടുക്കില്ല എന്ന് മാത്രമല്ല, സിനിമ എഴുതിയവരെയും അഭിനയിച്ചവരൊക്കെ ഇവർ ഒരു വിധം ആക്കിയിട്ടുണ്ട്. അപ്പോൾ എംപുരാൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ ക്രൂരതകൾ കാണിച്ചു എന്ന് പറഞ്ഞാണ് മോഹൻലാലിനെതിരെ ഇവിടെ സംഘപരിവാറുകാർ ബഹിഷ്കരണം തുടങ്ങിയത്. മോഹൻലാൽ ഒരുവിധം ചാണകക്കുഴിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ഈ സന്ദർഭത്തിൽ കൂടിയാവുമ്പോൾ രാവണപ്രഭു ഒരിക്കലും പ്രദർശനാനുമതി നേടൂല. കാരണം അതിൽ ഇങ്ങനെയൊക്കെ ഒരു സീനുണ്ട്. ഇതിഹാസമാണ് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം. ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമൻ്റെയും സ്വന്തമല്ല. ഇങ്ങനെയൊക്കെ ഒരു ആവിഷ്കാരം ഈ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. മോഹൻലാൽ നല്ല അസല് ചാപ്പടി ഏറ്റിട്ടുണ്ടാവും.